ഹായ് ഫ്രണ്ട്സ്, ചെമ്പനീർ പൂവിന്റെ പുതിയ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സച്ചിക്ക് ദേഷ്യമടക്കാനാവാതെ ശ്രുതിയുടെ വിരലുകൾ ഒടിക്കുകയാണ്. അങ്ങനെ ശ്രുതിയെയും കൊണ്ട് ശ്രുതി വേഗം ഹോസ്പിറ്റലിലേക്ക് പോയി കയ്യിൽ ബാൻഡേജ് ഒക്കെ ഇട്ട് വീട്ടിലേക്ക് തിരികെ വരുന്നുണ്ട്. അങ്ങനെ രേവതിയും സച്ചിയും വീട്ടിലേക്ക് എത്തുമ്പോൾ ശ്രുതിയും അതുപോലെ തന്നെ ചന്ദ്രമതിയൊക്കെ ഭയങ്കര ദേഷ്യത്തിലാണ് സച്ചിയോട്. അപ്പോൾ നീ എന്താടാ കാണിച്ചത്, എൻ്റെ മോൻ്റെ കൈ എന്താ നീ ചെയ്തത് എന്നൊക്കെ ചോദിച്ച് ദേഷ്യപ്പെടുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് പറയുകയാണ്, അവൻ്റെ വിരലല്ലായിരുന്നു ഒടിക്കേണ്ടത്, അവൻ്റെ ഫുള്ള് വിരലൊടിക്കേണ്ടതായിരുന്നു. അപ്പോൾ വേദന ഉണ്ടോ മോനെ എന്നൊക്കെ ചോദിക്കുകയാണ് ചന്ദ്ര. അപ്പോൾ പറയുന്നുണ്ട്, ഇല്ല അമ്മ ഇപ്പൊ കുഴപ്പമൊന്നുമില്ല എന്ന് പറയുമ്പോൾ സച്ചി പറയാണ്, അയ്യോ കുഴപ്പമില്ല, എന്നാ ഒന്നും കൂടി ഒടിച്ചു തരാടാ, ഇത്തിരി വേദനയൊക്കെ നിനക്ക് വേണ്ടതായിരുന്നു എന്നൊക്കെ പറഞ്ഞ് സച്ചി അങ്ങനെ പിന്നെയും വഴക്കുണ്ടാക്കുന്നുണ്ട്. ആ സമയത്ത് ശ്രുതി ആണെങ്കിൽ ഭയങ്കര ദേഷ്യത്തിലാണ്. ശ്രുതി പറയുന്നുണ്ട്, എന്തിനാണ് നിങ്ങൾ ഇങ്ങനെ എൻ്റെ ഭർത്താവിനെ ചെയ്തത്, എൻ്റെ ഭർത്താവ് എന്ത് തെറ്റാണ് ചെയ്തത് എന്നൊക്കെ ചോദിച്ച് ദേഷ്യപ്പെടുമ്പോൾ രേവതിയാണ് മറുപടി പറഞ്ഞത്. രേവതി പറയുന്നുണ്ട്, നിന്റെ ഭർത്താവ് ചെയ്തതൊന്നും പറഞ്ഞതിനൊന്നും കണക്കില്ലേ, എൻ്റെ സച്ചിയേട്ടൻ ചെയ്തതിന് മാത്രമേ പ്രശ്നമുള്ളൂ എന്നൊക്കെ ചോദിച്ചിട്ട് രേവതിയും വഴക്കുണ്ടാക്കുകയാണ്. അപ്പം ചന്ദ്ര വന്നിട്ട് പറയാണ്, ഓ നീ നേർക്ക് നിന്ന് സംസാരിക്കാറായോടി എന്നൊക്കെ ചോദിച്ചിട്ട് ചന്ദ്രയും വഴക്കുണ്ടാക്കുമ്പോൾ സച്ചി പറയാണ്, ഇത്രയും നേരം നിങ്ങളുടെ പുന്നാര മരുമകളല്ലേ സംസാരിച്ചത്, അപ്പം എന്തേ അവളോടൊന്നും എതിർത്ത് സംസാരിക്കാൻ നിങ്ങൾക്ക് ഉണ്ടായില്ല, എൻ്റെ ഭാര്യ സംസാരിച്ചപ്പോൾ മാത്രമാണോ നിങ്ങൾക്ക് തിരിച്ചു മറുപടി ഉണ്ടായെന്നൊക്കെ ചോദിച്ച് സച്ചി ചന്ദ്രയെ വഴക്ക് പറയുന്നുണ്ട്. ഇതെല്ലാം കേട്ട് അവിടെ നമ്മുടെ രവീന്ദ്രൻ ഇരിക്കുന്നുണ്ട്. രവീന്ദ്രൻ ഒന്നും മിണ്ടാതെ അങ്ങനെ ഇരിക്കുകയാണ്. അവസാനം നമ്മുടെ രേവതി പറയാണ്, അതായത് അച്ഛനെ പറ്റിയിട്ട് സുധിയേട്ടൻ ദേഷ്യപ്പെട്ടത് കൊണ്ടല്ലേ, അതായത് ഇല്ലാത്ത ഓരോ അപവാദങ്ങൾ പറഞ്ഞ് സഹിക്കാൻ പറ്റാത്തത് കൊണ്ടല്ലേ സച്ചിയേട്ടൻ അങ്ങനെ ചെയ്തത് എന്ന് ചോദിക്കുമ്പോൾ എല്ലാവർക്കും ആകെ കണ്ണു തള്ളുകയാണ്. രവീന്ദ്രനായാലും അതുപോലെ ചന്ദ്രയ്ക്കാണെങ്കിലും അങ്ങനെ ഒരു കണ്ണു തള്ളി ഇങ്ങനെ നിൽക്കുകയാണ്. ആ സമയത്ത് പറയുന്നുണ്ട് നമ്മുടെ ശ്രുതി, അവൻ്റെ അതായത് ശ്രുതിയുടെ അച്ഛനെ തന്നെയല്ലേ പറഞ്ഞത്, അല്ലാതെ മറ്റൊരാളെ അച്ഛനെയൊന്നല്ലല്ലോ പറഞ്ഞത്, അവർക്കും ഇല്ലേ പറയാനുള്ള അവകാശം എന്നൊക്കെ ചോദിക്കുമ്പോൾ അതെ അവകാശമുണ്ട്. അപ്പോൾ സച്ചിയെ കുറ്റം പറയുകയാണ് ശ്രുതി. ഇങ്ങനെ ഒരു ആദ്യത്തെ ദിവസം കുറച്ച് ദിവസം മുന്നേ കള്ളു കുടിച്ചിട്ട് വീട്ടിൽ വന്ന് ആകെ പ്രശ്നമാക്കിയിരുന്നു. ഇപ്പോഴാണെങ്കിൽ അക്രമാസക്തനും ഒരു ഗുണ്ടയാണ് ശരിക്കും. നിങ്ങളൊക്കെ എന്താണ്, നിങ്ങൾക്ക് മേനേഴ്സ് എന്താണെന്ന് അറിയോ, സംസ്കാരം എന്താണെന്ന് അറിയോ എന്നൊക്കെ ചോദിച്ച് ഇങ്ങനെ ഭയങ്കര ഷൗട്ട് ചെയ്യുകയാണ് നമ്മുടെ സച്ചി. അപ്പം സച്ചി പറയാണ്, നിങ്ങൾ ഈ വീട്ടിൽ നമ്മുടെ ഇവള് ശ്രുതി തന്നെ പറയുകയാണ്, ഈ വീട്ടിൽ ഞാൻ എങ്ങനെ താമസിക്കാനാണ്, ഇങ്ങനെ ഒരു ഗുണ്ടയുടെ വീട്ടിൽ എങ്ങനെ താമസിക്കാനാണ് ശ്രുതി ഞാൻ എന്നൊക്കെ ചോദിച്ചിട്ട് ശ്രുതിയോട് ഇങ്ങനെ ചോദിക്കുകയാണ് നമ്മുടെ ശ്രുതി. ആ സമയത്ത് സച്ചി പറയാണ്, ഞാൻ മിണ്ടാതിരിക്കാം, ഞാൻ അടങ്ങി ഒതുങ്ങി ഒരു ഭാഗത്തിരിക്കാം, നീ ഒരു കാര്യം ചെയ്യും, നിന്റെ ഭർത്താവ് ഒരു 10 ലക്ഷം രൂപ തരാനുണ്ട്, അത് നീ തന്നു കഴിഞ്ഞാൽ ഞാൻ മിണ്ടാതെ അടങ്ങി ഒതുങ്ങി വായം പൂട്ടിവിടെ ഇരുന്നോളൂ, നീ ഇപ്പം തരൂ, എനിക്കത് താടി എന്ന് പറയാണ് സച്ചി. അത് കേൾക്കുമ്പോൾ രേവതി ഒന്നും മിണ്ടാതെ നിൽക്കുന്നുണ്ട്. നമ്മുടെ ശ്രുതി ഒന്നും മിണ്ടാതെ നിൽക്കാണ്. ശ്രുതിക്ക് 10 ലക്ഷം പോയിട്ട് 10 രൂപ പോലും എടുക്കാനില്ലാത്തൊരു കുടുംബത്തിൽ നിന്നാണ് വന്നിട്ടുള്ളത്, അതൊന്നും ചന്ദ്രയ്ക്ക് അറിയില്ല. അപ്പം ആ സമയത്ത് ശ്രുതി പറയുന്നുണ്ട്, നീ എന്തിനാ അവളുടെ മെക്കിട്ട് കയറുന്നത്, അവള് എന്ത് തെറ്റ് ചെയ്തിട്ടാണെന്നൊക്കെ ചോദിച്ചിട്ട് ശ്രുതി വീണ്ടും പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് വീണ്ടും നമ്മുടെ സച്ചി ഇവനെ ശ്രുതിയെ വീണ്ടും കയ്യേറ്റം ചെയ്യുകയാണ്. ആ ഒടിഞ്ഞിരിക്കുന്ന വിരൽ വീണ്ടും പിടിച്ചമർത്തുകയും അവനെ ഉന്തി തള്ളിയിടുകയൊക്കെ ചെയ്യുമ്പോൾ രവീന്ദ്രൻ ഇതെല്ലാം കേട്ട് സഹിച്ചുകൊണ്ടിരിക്കുന്ന രവീന്ദ്രൻ അവിടെ നിന്ന് എഴുന്നേറ്റിട്ട് പറയാണ്, നിർത്തടാ, നിങ്ങൾ എന്തൊക്കെ കാണിച്ചു കൂട്ടുന്നത്, ഞാനൊരു പ്രാന്തനാണെന്നാണ് നിങ്ങളുടെ വിചാരം, ഞാൻ ഈ കാണിക്കുന്ന കാര്യങ്ങളൊക്കെ കണ്ടിട്ട് മിണ്ടാതിരിക്കുന്നത് എൻ്റെ കഴിവുകേടാണെന്ന് നിങ്ങൾ വിചാരിക്കരുത്, നിങ്ങൾ സഹോദരന്മാരാണ്, എന്നിട്ട് നിങ്ങൾ എന്തൊക്കെയാണ് കാണിച്ചു കൂട്ടുന്നത്, നിങ്ങൾക്ക് ഭാവിയിൽ മക്കളുണ്ടാകുമ്പോൾ നിങ്ങളുടെ മക്കൾ നിങ്ങളുടെ മുന്നിൽ വെച്ച് ഇങ്ങനെ തല്ലുകൂടണം, ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാവണം, അപ്പോഴായിരിക്കും നിങ്ങൾക്ക് അതിൻ്റെ വേദന മനസ്സിലാകുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് രവീന്ദ്രൻ നല്ല രീതിയിൽ വഴക്ക് പറയുകയാണ് സച്ചിയെയും ശ്രുതിയെയും അതുപോലെ തന്നെ ശ്രീകാന്തിനെയും വഴക്ക് പറയുന്നുണ്ട്. അതിനുശേഷം രേവതിയോടും അതുപോലെ തന്നെ ശ്രുതിയോടും പറയാണ്, നിങ്ങൾ ചേടത്തി അനിയത്തിമാരാണ്, ശരിക്കും കൂടപ്പിറപ്പുകളെ പോലെ കഴിയേണ്ടവരാണ്, നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം കൊത്തി നോവിച്ചിട്ട് എന്താ കാര്യം, ഇങ്ങനെയല്ല ഒരു കുടുംബത്തിൽ വേണ്ടത് എന്നൊക്കെ പറഞ്ഞ് അവരെയും പറഞ്ഞ് മനസ്സിലാക്കുന്നുണ്ട്. പിന്നെ ചന്ദ്രയോട് പറയാണ്, മക്കൾക്കിടയിൽ പക വരുത്തരുത്, പിന്നെ മരുമക്കൾ ഒരുപോലെ കാണാൻ പഠിക്കണം, ഇതൊക്കെ നിന്റെ ഭാഗത്തു നിന്ന് വരുന്ന തെറ്റുകളാണ്, അതുകൊണ്ടാണ് മക്കൾ തമ്മിൽ ഇങ്ങനെ കൂട്ടിയടിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് ചന്ദ്രയെ ഒരുപാട് വഴക്കുകൾ അറിയുകയാണ് നമ്മുടെ രവീന്ദ്രൻ. ആ വഴക്കുകളൊക്കെ കേട്ടിട്ട് എല്ലാവരും തൻ്റെ റൂമിലേക്ക് തിരികെ പോവുകയൊക്കെ ചെയ്യുന്നുണ്ട്. ആ സമയത്ത് ചന്ദ്ര നമ്മുടെ ശ്രുതിയോട് വീണ്ടും പറഞ്ഞു കൊടുക്കുകയാണ്, അവൻ എന്തെങ്കിലും അവിടെ കിടന്ന് പൊലമ്പിക്കോട്ടെ, അതൊന്നും നീ കാര്യമാക്കണ്ട, അതുപോലെ തന്നെയാണ് അവൻ്റെ അച്ഛനെന്ന് പറയുന്ന അയാളുടെ സ്വഭാവം, അതൊന്നും മോള് കാര്യമാക്കണ്ട എന്ന് പറഞ്ഞിട്ട് ചന്ദ്ര അവിടെ നിന്ന് പോവുകയാണ്. അതൊക്കെ തന്നെ രേവതി അവിടെ നിന്നും കേൾക്കുന്നുണ്ട്. രേവതിക്ക് ഒരുപാട് വിഷമാവാണ് സ്വന്തം ഭർത്താവിന് ഒരു വിലയും കൊടുക്കാത്ത അമ്മയെ കാണുമ്പോഴും. ഓക്കെ ഫ്രണ്ട്സ്, ബൈ, താങ്ക് യു.